നമസ്കാരം. തൃശയുടെ പേരിൽ തമിഴ്നാട് മുഴുവൻ വൻ ചർച്ചകളും വിവാദങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. വിജയുടെ ഭാര്യ സംഗീത സ്വർണ്ണലിംഗം ഭർത്താവിന് ഒരു നടിയുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് ആരോപിച്ചതിന് പിന്നാലെ തൃശയ്ക്കൊപ്പം വിജയ് ഒരു വിവാഹ പാർട്ടിയിൽ പങ്കെടുത്തതോടെയാണ് പ്രശ്നങ്ങൾ ആളിക്കത്തിയത്. വിഷയത്തിൽ സിനിമാ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാം പ്രതികരിച്ചു. അതിൽ പാർത്ഥിവന്റെ വാക്കുകൾ മാത്രമാണ് തൃശയെ ഏറ്റവും അധികം ബാധിച്ചത്. അതിനോട് മാത്രം നടി പ്രതികരിക്കുകയും ചെയ്തു. തൃശയുടെ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടങ്ങിയതിന് പിന്നിലെ കാരണവും പല നടന്മാരുമായി തൃശയ്ക്കുണ്ടായിരുന്ന പ്രണയ ഗോസിപ്പുകളും മുൻ അഭിമുഖങ്ങളിൽ ജയലളിതയെയും പോലെയാവണം മുഖ്യമന്ത്രിയാവണം എന്നൊക്കെ തൃശ പറഞ്ഞതുൾപ്പെടെ ഗായിക സുചിത്ര തൃശ ബൈസെക്ഷൽ ആണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുത്തി. ഒന്നിനോടും തൃശ കൃഷ്ണൻ പ്രതികരിച്ചിട്ടുമുണ്ടായിരുന്നില്ല. എന്നാൽ നടൻ വിജയും തൃശയും തമ്മിലുള്ള ബന്ധം തമിഴ്നാട്ടിൽ വലിയ ചർച്ചയ്ക്കാണ് കാരണമായിരിക്കുന്നത്. നടന്റെ ഭാര്യ സംഗീത വിവാഹമോചന ഹർജിയുമായി രംഗത്തെത്തിയതോടെയാണ് വിഷയം ആളിക്കത്തുന്നത്. വിവാദം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കത്തി നിൽക്കുകയാണ്. ഇപ്പോഴത്തെ വിവാദത്തിന് പ്രതികരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ്? ഇന്ന് തമിഴ്നാട്ടിലെങ്ങും ഒരു വിവാദ നായികയായി നിറഞ്ഞു നിൽക്കുകയാണ് തെന്നിന്ത്യൻ താരറാണിയായ തൃശ. പ്രണയങ്ങൾ പലതും അവരുടെ ജീവിതത്തിൽ വന്നുപോയെങ്കിലും ഒന്നും പൂവണിയാതെ 42 വയസ്സ് പിന്നിട്ടിട്ടും അവിവാഹിതയായി തുടരുകയാണ് അവരിപ്പോഴും. വിജയും ഭാര്യ സംഗീതയുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തുവാനായി കോടതിയെ സമീപിച്ചപ്പോൾ അതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചത് തന്റെ ഭർത്താവ് വിജയ്ക്ക് ഏതോ ഒരു നടിയുമായി അവിഹിത ബന്ധമുണ്ട് എന്നതാണ്. ആ ഏതോ ഒരു നടി തൃശ തന്നെയാണെന്ന് തറപ്പിച്ചു പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നു. ഇതിനെ പറ്റിയുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് വിജയും തൃശയും ഒന്നിച്ച് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. വിവാഹമോചന കേസ് കോടതിയിൽ എത്തിയതിന് പിന്നാലെയുള്ള ഈ വരവ് വലിയ രീതിയിൽ ചർച്ചയാവുകയും വാർത്തകൾ നിറയുകയും ചെയ്തു. ഇവിടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഒരേ രീതി ഒരേ നിറത്തിലുള്ള മാച്ചിങ് ഡ്രസ്സാണ് രണ്ടുപേരും ധരിച്ചിരിക്കുന്നത്. ഒരു കല്യാണ ചെക്കനും കല്യാണ പെണ്ണും വരുന്നത് പോലെയായിരുന്നു കല്യാണ ചടങ്ങിലേക്കുള്ള ഇവരുടെ എൻട്രി. ഇവരുടെ ഈ വരവിനും അനുകൂലിച്ചുകൊണ്ട് നിശിതമായി വിമർശിച്ചുകൊണ്ടും പലരും രംഗത്ത് വന്നു. നടനും സംവിധായകനുമായ പാർത്ഥിവൻ പങ്കെടുത്ത ഒരു അവാർഡ് ഷോയിൽ റാപ്പിഡ് ഫയർ റൗണ്ടിൽ തൃശയുടെ ചിത്രം കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുന്തവി വീട്ടിലിരുന്നാൽ ഒരു കുഴപ്പവുമില്ല, പക്ഷേ പുറത്തിറങ്ങിയാൽ വലിയ പ്രശ്നമാണെന്ന്. തൃശ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്നതാണ് പാർത്ഥിവൻ പറയുന്നത്. വിജയ്ക്കൊപ്പം ആ ചടങ്ങിൽ പങ്കെടുത്താൽ അത് വിജയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് നടി പറയണമായിരുന്നു. അങ്ങനെ അവർക്ക് വീട്ടിലിരിക്കാമായിരുന്നുവെന്ന്. തൃശയുടെ ആ ഒരൊറ്റ നടപടി മൂലം കരൂർ ദുരന്തത്തെ തുടർന്നുണ്ടായതിനേക്കാൾ വലിയ പ്രതിച്ഛായ നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തൃശയുടെ സാന്നിധ്യം വിജയ്ക്ക് വളരെ ദോഷം ചെയ്തു. അതുകൊണ്ടാണ് റാപ്പിഡ് ഫയർ റൗണ്ടിൽ തൃശയുടെ ചിത്രം കാണിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പിന്നീട് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോഴേക്കും തൃശ രൂക്ഷമായ ഭാഷയിൽ പാർത്ഥിവനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തി. ഇതോടെ പാർത്ഥിവൻ ഖേദം പ്രകടിപ്പിച്ചു. അതേസമയം തൃശയും വിജയുമായുള്ള ഈ വരവിനെ എതിർത്തവരാണ് കൂടുതലെങ്കിലും തൃശയ്ക്ക് കട്ട സപ്പോർട്ടുമായി എത്തിയ ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ നടി ഖുഷ്ബു ആണ്. അവർ പറയുന്നു, ഈ സംഭവത്തിൽ മറ്റുള്ളവർക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് അവരുടെ സ്വകാര്യ ജീവിതമാണ്. അവരുടെ സ്വകാര്യ ജീവിതം മറ്റുള്ളവരെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അവർ അവരുടെ ജീവിതം നോക്കിക്കൊള്ളും. ജനങ്ങളെ ഇത് ഒരു തരത്തിലും ബാധിക്കുന്നില്ലെന്ന്, ഇത് വിജയുടെ ജനപ്രീതിയെ ബാധിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും. എന്നാൽ നടി കസ്തൂരി വിജയ്ക്കെതിരെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വന്നു. അവർ പറയുന്ന വിവാദങ്ങൾ വിജയ് കാര്യമാക്കുന്നില്ലെന്നും സംഗീതയുടെ വിഷമം മനസ്സിലാക്കേണ്ടതുണ്ടെന്നും ഒരു ഭാര്യയ്ക്കും ഭർത്താവിനെ പങ്കുവയ്ക്കാനാകില്ലെന്നും രാഷ്ട്രീയത്തിൽ ഈ വിഷയം വിജയെ ബാധിക്കുമെന്നുമാണ് കസ്തൂരി പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ തൃശയുടെ പേര് ഏറ്റവും ആദ്യമായി പൊതുസമൂഹത്തിന്റെ മുൻപിൽ തുറന്നു പറഞ്ഞത് BJPയുടെ തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റായ നൈനാൻ നാഗേന്ദ്രനായിരുന്നു. അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് തമിഴ്നാട്ടിൽ മത്സരം DMKയും വിജയിയുടെ പാർട്ടിയായ DVAKയും തമ്മിലാണെന്ന് വിജയ് പറഞ്ഞതാണ്. അതിന് മറുപടി എന്നോണം അദ്ദേഹം പറഞ്ഞത്, വിജയ് രാഷ്ട്രീയത്തിൽ പരിചയസമ്പത്ത് നേടണമെങ്കിൽ ആദ്യം തൃശയുടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങണമെന്നാണ്. ഈ പരാമർശത്തിന് വളരെയധികം വാർത്താ പ്രാധാന്യം ലഭിച്ചു. ഇതിനെതിരെയും തൃശ പ്രതികരണവുമായി എത്തി. പിന്നീട് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. തന്റെ അമ്മയുടെ വിവാഹമോചന ഹർജിക്ക് പിന്നാലെ വിജയുടെ മകൻ തന്റെ പേരിൽ മാറ്റം വരുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. നേരത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വിജയെ അൺഫോളോ ചെയ്തത് വലിയ വാർത്തയായതാണ്. എന്നാൽ ഇപ്പോൾ തന്റെ ഔദ്യോഗിക രേഖകളിൽ നിന്നും തന്റെ അച്ഛന്റെ പേര് മാറ്റി അമ്മയുടെ പേര് ആ സ്ഥാനത്ത് ചേർത്തിരിക്കുകയാണ്. ഇതൊക്കെ തന്റെ പിതാവായ വിജയുടെ പ്രവൃത്തിയോടുള്ള വിയോജിപ്പാണ് തുറന്നുകാട്ടുന്നത്. മാതാപിതാക്കൾക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾക്കിടയിൽ മകൻ സ്വീകരിച്ച ഈ നിലപാട് വിജയ് ആരാധകർക്കിടയിൽ വലിയ ആശങ്കയ്ക്കും ചർച്ചയ്ക്കും വഴിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തൃശ മാനസിക സമ്മർദ്ദം മൂലം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു, അഭിനയം നിർത്താൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. തന്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആ തീരുമാനത്തിൽ നിന്നും മാറിയതെന്നും പറയപ്പെടുന്നു. തൃശയുടെ വിവാഹം ചെന്നൈയിലെ വരുൺമണി എന്ന ഒരു വ്യവസായിയുമായി നേരത്തെ ഉറപ്പിച്ചിരുന്നു. വിവാഹ നിശ്ചയവും നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് തൃശ അതിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. അതിന് കാരണമായി പറയപ്പെടുന്നത് ഭാവി വരൻ വിവാഹത്തിന് ശേഷം അഭിനയിക്കാൻ പാടില്ല എന്ന നിബന്ധന വെച്ചു എന്നതാണ്. തൃശയെ പറ്റിയുള്ള ആദ്യ പ്രണയ ഗോസിപ്പ് വന്നത് ചിമ്പുവുമായിട്ടുള്ളതായിരുന്നു.
വിണ്ണൈ താണ്ടി വരുവ എന്ന സൂപ്പർ ഹിറ്റ് മൂവിയിലെ ഇവരുടെ കോമ്പിനേഷൻ നല്ലതുപോലെ വർക്കൗട്ടായിരുന്നു. അതിനു പിന്നാലെ ഇവർ തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചുള്ള പല പ്രണയ ഗോസിപ്പുകളും ഉണ്ടായി. എന്നാൽ ഇതേക്കുറിച്ച് തൃഷ പറയുന്നത്, ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമായിരുന്നു, ഈ കേൾക്കുന്നൊന്നും സത്യമല്ല എന്നതാണ്. പിന്നീട് ബാഹുബലിയിലെ വില്ലനായ റാണ ദഗുബാട്ടിയുമായി പ്രണയത്തിലാണെന്നുള്ള വാർത്ത വരുന്നു. അപ്പോഴും തൃഷ അതിനെ നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണെന്ന് മാത്രം തൃഷ പറയുന്നത് റാണ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണെന്നും നല്ല പെരുമാറ്റമുള്ള ഒരു ജെന്റിൽമാൻ ആണെന്നുമാണ്. എന്നാൽ റാണ വെളിപ്പെടുത്തിയിരുന്നത് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാണ്. എന്തായാലും ആ പ്രണയവും പൂവണിഞ്ഞില്ല. ലിയോ എന്ന ചിത്രത്തിലെ അഭിനയത്തോടു കൂടിയാണ് അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴത്തിന്, അതായത് ലവ് കെമിസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചത്. അവരുടെ സ്വകാര്യ ജീവിതം കൂടുതലും ചർച്ചയാക്കാൻ കാരണം വിജയ് രാഷ്ട്രീയക്കാരനായി മാറിയതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ വിജയ് എന്ന് പറയുന്ന നടൻ തന്റെ കഠിനാധ്വാനത്തിലൂടെ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ ആദ്യം സിനിമയും പിന്നീട് രാഷ്ട്രീയവുമാണ്. ഈ സാമ്രാജ്യങ്ങൾ ഇപ്പോൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് കാരണമായി പറയുന്നത് ഒരു പെണ്ണുമായുള്ള അവിഹിത ബന്ധവും താൻ എന്ത് ചെയ്താലും തന്റെ രസികർ അംഗീകരിച്ചുകൊള്ളും എന്ന വിചാരമാണ് വിജയ്ക്കുള്ളത്. ആ വിചാരത്തെ എല്ലാം പൊളിച്ചെടുക്കുകയാണ് വിജയുടെ ഭാര്യ സംഗീതയും മകൻ സഞ്ജയും. ഇതിന്റെ ക്ലൈമാക്സിനായി നമ്മൾ കാത്തിരുന്നേ പറ്റൂ. അതേസമയം തമിഴ്നാട് രാഷ്ട്രീയവും സിനിമയും പൊതുജനങ്ങളും തൃഷയുടെ പേരിൽ ഗംഭീര ചർച്ചകൾ നടത്തുമ്പോൾ ഇതൊന്നും തന്റെ വ്യക്തിപരമായി ബാധിക്കുന്നില്ല എന്ന മട്ടിലാണ് തൃഷയുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് എല്ലാം. തന്റെ നായയുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയെങ്കിൽ ഇപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം പാർട്ടി ചെയ്യുന്ന ഫോട്ടോകളാണ് പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് ക്യാപ്ഷനുകളൊന്നും നൽകിയിട്ടില്ല. ഏതൊരവസ്ഥയിലും സുഹൃത്തുക്കളുടെ പിന്തുണയുണ്ടെന്നും താൻ ജീവിതം അടിച്ചു പൊളിക്കുകയാണെന്നും കാണിക്കുന്ന വിധമാണ് ചിത്രങ്ങൾ. സുഹൃത്തുക്കളാൽ സമ്പന്നമാണ് ജീവിതം, ഒരിക്കലും ഒറ്റയ്ക്കുള്ള ലൈഫ് ബോർ അടിക്കുന്നില്ല എന്നും തൃഷ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഷൂട്ടിംഗ് തിരക്കുകൾ കഴിഞ്ഞാൽ ഗേൾസ് ട്രിപ്പുകൾക്കാണ് തൃഷ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത്. കരിയറിലേക്ക് നോക്കിയാൽ തഗ് ലൈഫ് എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ തൃഷയുടേതായി പുറത്തിറങ്ങിയത്. സൂര്യനായകനായ കറുപ്പ് എന്ന ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്. ചിത്രത്തിന് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വഭാര എന്ന തെലുങ്ക് ചിത്രമാണ് തൃഷ കരാർ ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രൊജക്ട്. എന്തായാലും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന വിജയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. ഭാര്യ സംഗീത വിജയ്ക്കെതിരെ അവിഹിതം ആരോപിച്ച് ഡിവോഴ്സ് കേസ് കൊടുത്തതും വിജയ് തൃഷ കൃഷ്ണയ്ക്കൊപ്പം വിവാഹ പാർട്ടിയിൽ പങ്കെടുത്തതും എല്ലാം ഇപ്പോഴും അവസാനിക്കാത്ത ചർച്ചകളായി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മകൻ ജെയ്സൺ സഞ്ജയ് അച്ഛനെ പൂർണ്ണമായും ഒഴിവാക്കിയെന്ന റിപ്പോർട്ടും വന്നിരുന്നു. സന്ദീപ് കൃഷ്ണനെ നായകനാക്കി സിഗ്മ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് സിനിമാ ലോകത്തേക്ക് അരങ്ങേറാൻ ഒരുങ്ങുകയാണ് 25-കാരനായ മകൻ ജെയ്സൺ. ഇതുവരെ താരപുത്രന്റെ മുഴുവൻ പേര് അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും ചേർത്ത് ജെയ്സൺ സഞ്ജയ് വി എന്നായിരുന്നു. എന്നാൽ നിലവിലെ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്റെ പ്രൊഫഷണൽ പേരിൽ നിന്ന് വി വെട്ടിമാറ്റി. പകരം അമ്മ സംഗീതയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരമായ എസ് എന്ന് ചേർത്തു. ജെയ്സൺ സഞ്ജയ് എസ് എന്നാക്കി റിപ്പോർട്ടുകൾ ഇപ്പോൾ പറയുന്നുണ്ട്. വിജയ്ക്ക് ആരോപണ വിധേയയായ നടിയുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അച്ഛനും മകനും തമ്മിൽ വലിയൊരു വഴക്ക് നടന്നുവെന്നും സഞ്ജയ് വീട് വിട്ടിറങ്ങാൻ അതാണ് കാരണമെന്നും നേരത്തെ തമിഴ് മാധ്യമങ്ങളിലും വാർത്ത വന്നിരുന്നു. അതേസമയം അമ്മയ്ക്കും സഹോദരിക്കും ശക്തമായ പിന്തുണയുമായി സഞ്ജയ് കൂടെ ഉണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ വന്നത്. സംഗീതയ്ക്കൊപ്പമുള്ള എയർപോർട്ട് ഫോട്ടോകളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്നാൽ പ്രചരിക്കുന്നത് തീർത്തും അടിസ്ഥാനരഹിതമായ കാര്യമാണെന്ന് വിജയ് പിന്തുണയ്ക്കുന്നവർ പറയുന്നു. ജെയ്സൺ സഞ്ജയ് എന്ന് മാത്രമാണ് മകന്റെ പേര്. അതിനൊപ്പം വി എന്ന് ഇതുവരെയും ചേർക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ അത് വി അല്ല ജെ എന്ന് മാത്രമേ വരികയുള്ളൂ എന്ന് പിന്തുണയ്ക്കുന്നവർ പറയുന്നു. സർനെയിമായ വി സഞ്ജയ് മാറ്റി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ വിജയുടെ മുഴുവൻ പേര് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്നാണ്. വിജയ് എന്നത് മിഡിൽ നെയിമാണ്. അത് ആരും മക്കൾക്ക് സർനെയിമായി വയ്ക്കില്ല എന്നാണ് പിന്തുണയ്ക്കുന്നവരുടെ വാദം.